ഫ്രാൻസിലുണ്ടായിരുന്ന ഈ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളാണ് പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെ സമൂഹത്തെ അല്ലെങ്കിൽ ഫ്രഞ്ച് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ 3 വിഭാഗങ്ങളായിട്ട് അവരെ വേർതിരിച്ചിരുന്നു, അല്ലെങ്കിൽ 3 എസ്റ്റേറ്റുകളായിട്ട് അവരെ വേർതിരിച്ചിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയിട്ടുള്ള മധ്യവർഗമായിരുന്നു. അതുപോലെ കർഷകരും കൈത്തൊഴിലാളികളും ഈ ഒരു മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു വന്നിരുന്നത്. നമുക്കിനി ഫ്രഞ്ച് സമൂഹത്തിന്റെ ഈ 3 എസ്റ്റേറ്റുകളുടെയും പ്രത്യേകതകളൊന്നും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നു. മാത്രമല്ല കർഷകരിൽ നിന്ന് തിത എന്ന പേരിലുള്ള നികുതി അവർ പിരിച്ചിരുന്നു. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും എല്ലാ ഉയർന്ന പദവികളും നിയന്ത്രിച്ചിരുന്നത് ഈ പുരോഹിതന്മാരായിരുന്നു. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. രാജാക്കന്മാരെക്കാൾ മുകളിൽ പുരോഹിതന്മാരായിരുന്നു അവിടെയുള്ള ഭരണം നിയന്ത്രിച്ചിരുന്നത്. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ, പുരോഹിതന്മാർക്ക് കീഴിൽ അല്ലെങ്കിൽ പുരോഹിതന്മാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ എസ്റ്റേറ്റ് അഥവാ രാജ്യത്തെ രണ്ടാമത്തെ പൗരന്മാർ, ഏറ്റവും കൂടുതൽ സ്ഥാനമാനമുള്ള ആളുകൾ പ്രഭുക്കന്മാരായിരുന്നു. സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികൾ ഇവർ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. 24 മണിക്കൂറും മണിക്കൂറുകളോളം പണിയെടുത്തിരുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു നേരത്തെ ശമ്പളം പോലും കൊടുക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഇവരും എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ആഡംബര ജീവിതം ജീവിച്ചു. വിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങളൊക്കെ കൈവശം വെച്ചു പോന്നു. അടുത്തത് ബഹുഭൂരിപക്ഷം വരുന്ന ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ. ഒന്ന്, ഭരണത്തിൽ ഒരവകാശവുമില്ല. ഭരണത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവുമില്ലാത്ത പ്രാതിനിധ്യവുമില്ലാത്ത വിഭാഗമായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ്. തൈല എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ ഒരു രൂപത്തിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ തന്നെ ഒരു രാജ്യത്തെയും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം ഒരു രാജ്യത്തെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ, ന്യൂനപക്ഷമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എല്ലാവിധ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയോടുകൂടെ ധൂർത്തടിക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ട മധ്യനിലയിലുള്ള ഒരു വിഭാഗം എന്ന് പറയുന്ന ആ വിഭാഗം എല്ലാവിധ സാമ്പത്തിക അസമത്വങ്ങൾക്കും സാമ്പത്തിക അനീതിക്കും ഇരയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കാൻ തുടങ്ങും. ഈ ഒരു പ്രതികരണം തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചത്.